എല്ലാ പ്രതികളെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. 7 പ്രതികളെയും മലേഗാവ് സ്ഫോടന കേസിലെ 7 പ്രതികളെയും ഇപ്പോൾ കോടതി, മുംബൈയിലെ സ്പെഷ്യൽ NIA കോടതി വെറുതെ വിടുകയാണ്. ബിജെപി മുൻ എം പി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, റിട്ടയർഡ് മേജർ രമേശ് ഉപാധ്യായ, അജയ് രാഹിക്കർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി എന്നിവർ വിചാരണ നേരിട്ടിരുന്നു. മുഴുവൻ പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും നിർണായകമായ ഉത്തരവ് കോടതിയിൽ നിന്ന് വരുന്നു. മലേഗാവ് സ്ഫോടന കേസിൽ രാജ്യം ഏറെ ചർച്ച ചെയ്ത, രാജ്യത്ത് ഏറെ ദീർഘവർഷത്തെ വ്യവഹാര വഴിയിൽ ഉണ്ടായിരുന്ന ഒരു തീവ്രവാദ കേസ് പറയാവുന്ന മലേഗാവ് കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത. 2011 NIA കേസിലെടുക്കുമ്പോൾ 4 പേരെ ഒഴിവാക്കിയിരുന്നു. മക്കൊക്ക നിയമം പിൻവലിച്ചിരുന്നു. അതിനിടയിൽ ആ കേസിൽ വിചാരണ നടത്തുന്ന പ്രത്യേക NIA കോടതി ജഡ്ജി AK ലാഹോട്ടിയെ നാസിക്കിലേക്ക് മാറ്റിയത് വിവാദമായിരുന്നു. അങ്ങനെ കുറേയധികം വിവാദ വഴികൾ ഈ മലേഗാവ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ശ്രീനാഥ്, അപ്പോൾ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. 6 പേർ കൊല്ലപ്പെട്ട ഒരു കേസായിരുന്നു. അപ്പോൾ ആര് സ്ഫോടനം നടത്തി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു അല്ലേ? തീർച്ചയായും. മാത്രമല്ല, ഈ സാഫ്രോൺ ടെറർ എന്നൊരു വാക്ക് പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായി മാറിയ ഒരു കേസാണ്. എങ്ങനെയാണ് ആ ഒരു വാക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായത് എന്ന് നമ്മൾ കണ്ടതാണ് മലേഗാവ് സ്ഫോടനത്തിന് ശേഷമാണ്. ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ പോലും ഈ സ്ഫോടന കേസിൽ പ്രതിയായതിനു ശേഷം 2019 ഭോപ്പാലിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഈ പ്രധാനമന്ത്രിയുടെ ഘാതകരെ ദേശഭക്തർ എന്ന് വിശേഷിപ്പിക്കുകയും വിവാദത്തിലൊക്കെ ആയത് നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ പിന്നീട് രാഷ്ട്രീയത്തിൽ പോലും പയറ്റി തെളിയാനുള്ള ശ്രമം ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അതിൽ രമേശ് ഉപാധ്യായ 2012 ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നമ്മൾ കണ്ടതാണ്. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയെ UP-യിലെ ബല്ലിയയിൽ നിന്ന് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടു. എന്നാൽ പോലും നീണ്ട കാലത്തെ ഒരു നിയമ നടപടി ഇതിൽ ഉണ്ട്. 17 വർഷക്കാലം നീണ്ടുനിന്ന നിയമ നടപടി. അതിൽ ഹേമന്ത് കർക്കറെ എന്ന ഉദ്യോഗസ്ഥൻ ആയിരുന്നു ആദ്യം ഈ കേസ് അന്വേഷിച്ചത്. മഹാരാഷ്ട്ര ATSന്റെ മേധാവിയായിരിക്കെ അദ്ദേഹമായിരുന്നു ഈ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചത്. 1 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ അറസ്റ്റ് ഇതിൽ ഉണ്ടാകുന്നു. അത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആയിരുന്നു. അതിലുള്ള കാരണം ഈ ബൈക്ക് പൊട്ടിത്തെറിച്ച LML ബൈക്കിന്റെ ഉടമ അത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആണ് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ കേസിലെ 1-ാം പ്രതിയെ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്യുന്നു. അന്ന് ഭോപ്പാലായിരുന്നു പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ. അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഓരോരുത്തരെയും കേണൽ പുരോഹിത് അടക്കമുള്ള പ്രമുഖർക്കെതിരെ ഈ കേസ് അന്വേഷണം നീണ്ടു. പക്ഷേ പിന്നീട് അടുത്ത മാസം നവംബർ മാസത്തിൽ പിന്നീട് മുംബൈ ഭീകരാക്രമണം സംഭവിച്ചപ്പോൾ അതിൽ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടു. പക്ഷേ ഈ പ്രതികൾക്ക് മേലുള്ള നിയമ നടപടികൾ പിന്നെ അവിടെ നിന്നില്ല. വീണ്ടും ATS ഈ അന്വേഷണം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീടാണ് 2011 NIA ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷമുള്ള അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ കുറ്റവിമുക്തയാക്കാൻ, ഈ ആരോപണങ്ങളിൽ നിന്ന് മുക്തിയാക്കാനുള്ള ശ്രമം NIAയുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. ബൈക്കിന്റെ ഉടമ അവരാണെന്ന് പറയുമ്പോൾ പോലും ഈ ബൈക്ക് കുറച്ചു കാലങ്ങളായി അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്ന വാദം ചൂണ്ടിക്കാട്ടി ഇത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നതായിരുന്നു NIAയുടെ ഒരു നിലപാട്. പക്ഷേ അന്ന് കോടതി അത് അനുവദിച്ചില്ല. അങ്ങനെയാണ് ഈ കേസിൽ അവർ പിന്നീട് പ്രതിയെ തന്നെ തുടർന്നത്. പിന്നീട് 2017 അവർക്ക് ജാമ്യം കിട്ടി എന്നതാണ് നമ്മൾ കണ്ടതാണ്. പിന്നീട് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നതും നമ്മൾ കണ്ടു. പക്ഷേ അന്ന് NIA മുന്നോട്ട് വെച്ച ഒരു ആശങ്ക തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കോടതിയിലും സംഭവിക്കുന്നത്. പക്ഷേ അതിലും ഗുരുതരമായ ഒരു സാഹചര്യം അതിൽ വന്നു പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ ബൈക്കിലാണ് ബോംബ് വെച്ചത്. ഈ ബൈക്കാണ് കേന്ദ്ര ബിന്ദുവായി അവിടെ സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്ന കാര്യം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോടതി ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഈ കേസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ പോലും അപ്പാടെ വീഴ്ച പറ്റി ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് എല്ലാ പ്രതികളെയും, ഈ കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിടുന്നത്. പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആയിരുന്നു 1-ാം പ്രതി. രമേശ് ഉപാധ്യായ റിട്ടയർഡ് മേജർ, അദ്ദേഹം കേണൽ പുരോഹിത്തിനൊപ്പം ചേർന്ന് അഭിനവ് ഭാരത് എന്ന സംഘടന രൂപീകരിക്കുകയും ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടന രൂപീകരിക്കുകയും അതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു അന്ന് രമേശ് ഉപാധ്യായ. അതായിരുന്നു അദ്ദേഹത്തെ പ്രതി ചേർക്കാനുള്ള കാരണം. പക്ഷേ അദ്ദേഹത്തെയും ഈ കേസിൽ വെറുതെ വിടുന്നു. കേണൽ പുരോഹിത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഒരു വാദം, ഈ അഭിനവ് ഭാരത് എന്ന സംഘടനയിൽ അദ്ദേഹം ഉൾപ്പെട്ടത് ഒരു മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അതിന്റെ രഹസ്യ വിവരങ്ങൾ തേടാൻ വേണ്ടിയാണ് താൻ ആ തരത്തിൽ അതിന്റെ ഭാഗമായത്. അതല്ലാതെ ആ സംഘടനയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തെ താൻ നിയന്ത്രിച്ചിരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ NIA പറഞ്ഞിരുന്നത് ഈ ഗൂഢാലോചന നടന്ന യോഗങ്ങളൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചില CD-കൾ, വീഡിയോ ദൃശ്യങ്ങൾ, ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തെക്കുറിച്ചുള്ള വീഡിയോ കാണിക്കുകയും ഒരു പ്രകോപനം അദ്ദേഹം ഉണ്ടാക്കി എന്നതാണ്. ഹാഷ്മി.